സൗദി ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രവാസലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ദേശീയ തിരിച്ചറിയൽ കാർഡ് പുതുക്കാൻ കാലതാമസം വരുത്തുന്ന വ്യക്തികൾക്ക് 100 റിയാൽ പിഴ ചുമത്തുമെന്ന് സൗദി അറേബ്യയിലെ സിവിൽ അഫയേഴ്സ് ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചു. ID കാർഡുകളുടെ സമയബന്ധിതമായ പുതുക്കൽ പ്രോത്സാഹിപ്പിക്കുന്നതിനും പുതുക്കിയ രേഖകൾ നഷ്ടപ്പെട്ടു പോകാതെ പരിപാലിക്കുന്നതും ലക്ഷ്യമിട്ടാണ് നടപടി. അബ്ഷിർ പ്ലാറ്റ്ഫോം വഴിയാണ് ദേശീയ ID പുതുക്കുന്നത്. വ്യക്തിഗത വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യാൻ ഇതിലൂടെ സാധിക്കും. ID കാർഡ് പുതുക്കുന്നത് എങ്ങനെയെന്നത് ഉൾപ്പെടെയുള്ള അതിൻ്റെ വിവിധ ഘട്ടങ്ങളും വിശദാംശങ്ങളും അബ്ഷിർ ആപ്പിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. സിവിൽ അഫയേഴ്സ് ഡിപ്പാർട്ട്മെന്റിന്റെ എക്സ് പ്ലാറ്റ്ഫോമിലെ അന്വേഷണത്തിന് മറുപടിയായാണ് ദേശീയ ID പുതുക്കുന്നതിലെ കാലതാമസത്തിന് പിഴ ഈടാക്കുന്ന കാര്യം സിവിൽ അഫയേഴ്സ് ഡിപ്പാർട്ട്മെന്റ് സ്ഥിരീകരിച്ചത്. അതേസമയം കാർഡ് നഷ്ടമായ ശേഷം ഒരു റീപ്ലേസ്മെന്റ് കാർഡിന് അപേക്ഷിക്കുമ്പോൾ ആദ്യ സംഭവമാണെങ്കിൽ പിഴ ചുമത്തില്ലെന്നും അധികൃതർ വ്യക്തമാക്കി. അധികൃതർ നൽകുന്ന നിർദ്ദേശങ്ങൾ പാലിച്ചിരിക്കണം. ഇതിനിടെ ലൈസൻസ് ഇല്ലാതെ വനങ്ങളിലോ ദേശീയ പാർക്കുകളിലോ ക്യാമ്പ് ചെയ്താൽ അവർക്കെതിരെ 3000 റിയാൽ പിഴ ചുമത്തുമെന്നും പരിസ്ഥിതി സുരക്ഷയ്ക്കായുള്ള പ്രത്യേക സേന അറിയിച്ചു. അടുത്തിടെ അനധികൃത ക്യാമ്പിങ്ങിലൂടെ പാരിസ്ഥിതിക ചട്ടങ്ങൾ ലംഘിച്ചതിന് അസീർ മേഖലയിലെ ചിലരെ പിടികൂടിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു മുന്നറിയിപ്പ്. ഇവിടങ്ങളിൽ മാലിന്യം വലിച്ചെറിഞ്ഞാൽ 2000 റിയാൽ വരെ പിഴ ചുമത്തും. എന്തെങ്കിലും നാശനഷ്ടങ്ങൾ വരുത്തിയാൽ ഉത്തരവാദികളിൽ നിന്നും നഷ്ടപരിഹാരം ഈടാക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി. പരിസ്ഥിതി വന്യജീവി ലംഘനങ്ങൾ ശ്രദ്ധയിൽപ്പെടുന്നവർ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യാൻ പൊതുജനങ്ങളോട് അധികൃതർ അഭ്യർത്ഥിച്ചു. മക്ക, റിയാദ്, കിഴക്കൻ പ്രവിശ്യ എന്നിവിടങ്ങളിലെ സംഭവങ്ങൾക്ക് ആളുകൾക്ക് 911 എന്ന നമ്പറിലും മറ്റ് പ്രദേശങ്ങളിലുള്ളവർക്ക് 999996 എന്നീ നമ്പറുകളിലേക്കും വിളിക്കാം. നാഷണൽ പാർക്കുകളിലെ നിയുക്ത പ്രദേശങ്ങൾക്ക് പുറത്ത് ഭക്ഷണം പാകം ചെയ്യാനോ ചൂട് കായാനോ ക്യാമ്പ് ഫയർ ഒരുക്കാനോ മറ്റോ തീയിടുകയോ അതിനായി അനധികൃത രീതികൾ ഉപയോഗിക്കുകയോ ചെയ്താൽ ഇവരിൽ നിന്നും 3000 റിയാൽ പിഴ വരെ ഈടാക്കുമെന്നും നാഷണൽ സെന്റർ ഫോർ വെജിറ്റേഷൻ കവർ ആൻഡ് കോമ്പാറ്റിംഗ് ഡെസേർട്ടിഫിക്കേഷൻ അറിയിച്ചു. ദുബൈയിൽ സ്കൂട്ടർ റൈഡർമാർ പാലിക്കേണ്ട സുരക്ഷാ പ്രോട്ടോകോൾ പോലീസ് പുറത്തുവിട്ടു. ഈയിടെ നടത്തിയ സ്കൂട്ടറുകൾക്കെതിരെയുള്ള വ്യാപക ക്യാമ്പയിനിൽ നിരവധി നിയമലംഘനങ്ങൾ കണ്ടെത്തിയതിനു പിന്നാലെയാണ് റൈഡർമാർക്കുള്ള പ്രത്യേക നിർദ്ദേശങ്ങളുമായി പോലീസ് രംഗത്തെത്തിയത്. ഈ മാസം ആദ്യം മുതൽ നടത്തിയ പരിശോധനകളിൽ 640 സൈക്കിളുകൾ, ബൈക്കുകൾ, സ്കൂട്ടറുകൾ എന്നിവ പിടിച്ചെടുത്തിരുന്നു. സ്കൂട്ടറുകൾ ഉൾപ്പെടെ അപകടങ്ങളിൽ കാൽനടയാത്രക്കാർ ഉൾപ്പെടെ നിരവധി പേർ മരണപ്പെടാനിടയാക്കിയ സാഹചര്യവുമുണ്ടായിരുന്നു. സാമൂഹിക മാധ്യമ അക്കൗണ്ടിൽ പ്രസിദ്ധീകരിച്ച ഇതുമായി ബന്ധപ്പെട്ട ബോധവൽക്കരണ വീഡിയോയിൽ സ്കൂട്ടറുകളും സൈക്കിളുകളും പാലിക്കേണ്ട നിർദ്ദേശങ്ങൾ പോലീസ് വിശദീകരിക്കുന്നുണ്ട്. സ്കൂട്ടർ റൈഡർമാർ ഹെൽമറ്റും റിഫ്ലക്റ്റീവ് ജാക്കറ്റും ധരിച്ചിരിക്കണം. മറ്റ് വാഹനങ്ങളുമായും കാൽനടയാത്രക്കാരുമായും ഇടകലരുന്നത് ഒഴിവാക്കാൻ നിയുക്ത സ്കൂട്ടർ പാതകൾ മാത്രം ഉപയോഗിക്കണം. സ്കൂട്ടറിന്റെ ബാലൻസ് നിലനിർത്താനും നിയന്ത്രണം നഷ്ടപ്പെടാതിരിക്കാനും മറ്റ് യാത്രക്കാരെ കയറ്റരുത്. റൈഡിംഗ് സമയത്ത് ഹെഡ്ഫോണുകൾ ഉപയോഗിക്കരുത് തുടങ്ങിയവയാണ് പ്രധാന നിർദ്ദേശങ്ങൾ. ഗൾഫ് മേഖലയിലെ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന രാജ്യങ്ങളിലൊന്നായ കുവൈറ്റിൽ ഈ മാസം അവസാനത്തോടെ ചൂട് വീണ്ടും കൂടുമെന്ന് കാലാവസ്ഥാ അധികൃതരുടെ അറിയിപ്പ്. കുവൈറ്റിലെ കാലാവസ്ഥാ വിദഗ്ധൻ ഇസ റമദാനെ ഉദ്ധരിച്ച് പ്രാദേശിക ദിനപത്രമായ അൽ ഖബസാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. ജൂലൈ അവസാന വാരത്തിൽ രാജ്യത്തെ താപനില ഏറ്റവും ഉയർന്ന നിലയിലെത്തുമെന്നും അദ്ദേഹം അറിയിച്ചു. ഈ കാലയളവിൽ കുവൈറ്റിലും മറ്റ് ഗൾഫ് രാജ്യങ്ങളിലും ഇറാഖിലും ഈ വർഷത്തെ ഏറ്റവും തീവ്രമായ ചൂടും സൗരവികിരണവും അനുഭവപ്പെടുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. വിവിധ സർട്ടിഫിക്കറ്റുകൾ ഓൺലൈനായി അറ്റസ്റ്റേഷൻ ചെയ്യാൻ സാധിക്കുന്ന സംവിധാനം വ്യാഴാഴ്ച മുതൽ ആരംഭിക്കുമെന്ന് ഒമാൻ വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു. ഒമാൻ പോസ്റ്റുമായി സഹകരിച്ചാണ് ഈ സൗകര്യം നടപ്പിലാക്കുന്നത്. ഗുണഭോക്താക്കൾക്കായി പ്രത്യേക ഇലക്ട്രോണിക് ലിങ്ക് വഴി അപേക്ഷിക്കാം. ഒമാൻ വിഷൻ 2040 ഡിജിറ്റൽ പരിവർത്തനത്തിന്റെ ചട്ടക്കൂടിലൂടെ ഉയർന്ന നിലവാരമുള്ള കോൺസുലർ സേവനങ്ങൾ നൽകുന്നതിന്റെ ഭാഗമായാണ് ഈ സൗകര്യം ഒരുക്കിയിരിക്കുന്നത്. സേവന സ്വീകർത്താക്കൾക്ക് മികച്ച സൗകര്യമൊരുക്കുന്നതിനും ബിസിനസിന്റെ ഡിജിറ്റലൈസേഷനുമാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നതെന്നും മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു. ഡോക്യുമെന്റ് പ്രമാണീകരണ ഇടപാടുകൾ പൂർത്തിയാക്കാൻ ഒമാൻ പോസ്റ്റിന്റെ തെരഞ്ഞെടുത്ത ശാഖകളും സന്ദർശിക്കാം. ഒമാനിൽ താമസിക്കുന്ന പ്രവാസികളായവർക്ക് ജോലി, വിദ്യാഭ്യാസപരവും മറ്റ് വ്യക്തിപരമായ ആവശ്യമുള്ളവർ തങ്ങളുടെ സർട്ടിഫിക്കറ്റുകൾ നിലവിൽ വിദേശകാര്യ മന്ത്രാലയത്തിന് കീഴിലുള്ള ഓഫീസിലായിരുന്നു അറ്റസ്റ്റേഷൻ സേവനങ്ങൾ നടത്തിയിരുന്നത്. ഈ സേവനങ്ങളാണ് ഇപ്പോൾ നിർത്തി കൂടുതൽ സൗകര്യപ്രദമായ രീതിയിൽ ഒരുക്കിയിരിക്കുന്നത്.
വാദി കബീർ വെടിവെപ്പിൽ ഇരയായവരുടെ കുടുംബങ്ങൾ മസ്കറ്റ് ഇന്ത്യൻ എംബസിയിലെത്തി. ഒമാനിലെ ഇന്ത്യൻ സ്ഥാനപതി അമിത് നാരംഗും എംബസി ഉദ്യോഗസ്ഥരും ചേർന്ന് വരവേറ്റു. എല്ലാവിധ പിന്തുണ നൽകുമെന്നും വിദേശ രാജ്യങ്ങളിൽ കഴിയുന്ന പൗരന്മാരുടെ ക്ഷേമത്തിനായി ഇന്ത്യൻ സർക്കാർ നടത്തിവരുന്ന കാര്യങ്ങളെക്കുറിച്ചും അംബാസിഡർ വിശദീകരിച്ചു. ജൂലൈ 15 രാത്രി 10 മണിയോടെയാണ് വാദി കബീർ മസ്ജിദ് പരിസരത്ത് നടന്ന വെടിവെപ്പിൽ ഇന്ത്യക്കാരൻ ഉൾപ്പെടെ 9 പേർ മരണപ്പെട്ടത്. വിവിധ രാജ്യക്കാരായ 28 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഒരു റോയൽ ഒമാൻ പോലീസ് ഉദ്യോഗസ്ഥനും 3 ആക്രമികളും 5 സാധാരണക്കാരുമാണ് മരണപ്പെട്ടത്. മരിച്ച ഇന്ത്യക്കാരനായ ബാഷജാൻ അലി ഹുസൈൻ്റെ കുടുംബത്തെയും അംബാസിഡർ അമിത് നാരംഗ് കഴിഞ്ഞ ദിവസം സന്ദർശിച്ചിരുന്നു. മകൻ തൗസീഫ് അബ്ബാസിയുമായി സംസാരിച്ച അംബാസിഡർ മൃതദേഹം നാട്ടിലെത്തിക്കുന്നതിനും മറ്റും കുടുംബത്തിന് എല്ലാവിധ പിന്തുണ നൽകുമെന്നും അറിയിക്കുകയുണ്ടായി. പരിക്കേറ്റ് ഖൗല ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന 3 ഇന്ത്യക്കാരെയും മസ്കറ്റ് എംബസി അധികൃതർ സന്ദർശിച്ചിരുന്നു. ലോകത്തിലെ ഏറ്റവും ശക്തമായ പാസ്പോർട്ടുകളുടെ പട്ടികയിൽ ഒമാൻ മികച്ച സ്ഥാനം നേടി. കഴിഞ്ഞ വർഷത്തെ റാങ്കായ 65-ൽ നിന്നും 7 സ്ഥാനങ്ങൾ ഉയർത്തി 58-ാം സ്ഥാനമാണ് ഒമാൻ സ്വന്തമാക്കിയത്. ചൊവ്വാഴ്ച പുറത്തിറക്കിയ ഹെൻലി പാസ്പോർട്ട് സൂചികയിലാണ് ശ്രദ്ധേയ നേട്ടം കൈവരിച്ചിരിക്കുന്നത്. ഒമാൻ പാസ്പോർട്ടുള്ളവർക്ക് വിസയില്ലാതെ യാത്ര ചെയ്യാൻ കഴിയുന്ന രാജ്യങ്ങളുടെ എണ്ണം 86-ലെത്തിയതോടെയാണ് ആഗോള പട്ടികയിൽ 58-ാം സ്ഥാനത്തെത്തിയത്. കഴിഞ്ഞ വർഷം 82 രാജ്യങ്ങളിലേക്കായിരുന്നു വിസാരഹിത യാത്ര നടത്താൻ സാധിച്ചിരുന്നത്. ഇന്റർനാഷണൽ എയർ ട്രാൻസ്പോർട്ട് അസോസിയേഷൻ നൽകിയ രേഖകളിൽ നിന്നാണ് ഹെൻലി ഏറ്റവും ശക്തമായ പാസ്പോർട്ടുകൾ നിർണ്ണയിക്കുന്നത്. സിംഗപ്പൂർ പാസ്പോർട്ടാണ് പട്ടികയിൽ ഒന്നാമത്. 195 രാജ്യങ്ങളിലേക്ക് സിംഗപ്പൂർ പാസ്പോർട്ടുമായി വിസ ഫ്രീയായി യാത്ര ചെയ്യാം. 192 രാജ്യങ്ങളിലേക്ക് വിസയില്ലാതെ യാത്ര ചെയ്യാൻ കഴിയുന്ന പാസ്പോർട്ടുമായി ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി, ജപ്പാൻ, സ്പെയിൻ എന്നീ രാജ്യങ്ങളാണ് 2ാം സ്ഥാനത്ത്. GCCയിൽ UAE ആദ്യമായി ആദ്യ 10-ൽ ഇടം നേടി. 9ാം സ്ഥാനമാണ് UAE സ്വന്തമാക്കിയിരിക്കുന്നത്. 62ാം സ്ഥാനത്ത് നിന്നും 53 സ്ഥാനം മറികടന്നാണ് UAE 9ാമതെത്തിയത്. UAEയുടെ പാസ്പോർട്ടുള്ളവർക്ക് വിസയില്ലാതെ 185 രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്യാം. മുൻകൂർ വിസയില്ലാതെ പാസ്പോർട്ട് ഉടമകൾക്ക് എത്തിപ്പെടാൻ രാജ്യങ്ങളുടെ എണ്ണം അനുസരിച്ചാണ് ലോകത്തെ എല്ലാ പാസ്പോർട്ടുകളുടെയും പട്ടിക അധികൃതർ തയ്യാറാക്കുന്നത്. സൗദി അറേബ്യയിൽ കനത്ത ചൂടിനൊപ്പം ചില പ്രദേശങ്ങളിൽ കഴിഞ്ഞ ദിവസം പൊടിക്കാറ്റുമുണ്ടായി. മദീന, മക്ക, അൽബഹ, അസീർ, നജ്റാൻ മേഖലകളിൽ രൂപം കൊണ്ട കാറ്റ് മിക്ക സ്ഥലങ്ങളിലും പൊടിപടലങ്ങൾ പടർത്തി. വരും ദിവസങ്ങളിലും പൊടിക്കാറ്റ് അടിച്ചു വീശുമെന്നും ഇത് ദൂരക്കാഴ്ച കുറയ്ക്കാനും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാകും എന്നതിനാൽ ജാഗ്രത പാലിക്കണമെന്നും ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. റിയാദ് മേഖലയുടെ പടിഞ്ഞാറൻ, തെക്കു പടിഞ്ഞാറൻ ഭാഗങ്ങളെയും ഈ കാലാവസ്ഥാ മാറ്റം ബാധിക്കുമെന്നും കേന്ദ്രം ചൂണ്ടിക്കാണിച്ചു. ജീസാൻ, അസീർ മേഖലകളിലെ ചില ഭാഗങ്ങളിൽ വരും ദിവസങ്ങളിൽ ഇടിമിന്നൽ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടെന്നും ദൃശ്യപരത വളരെ കുറയ്ക്കുന്ന പൊടിപടലങ്ങൾ നിറഞ്ഞ അന്തരീക്ഷമായിരിക്കുമെന്നും കേന്ദ്രം അറിയിച്ചു. രാജ്യത്തിന്റെ കിഴക്കൻ മേഖലയിലെ ചില ഭാഗങ്ങളിൽ ഉയർന്ന താപനില തുടരുമെന്നും ആരോഗ്യ സുരക്ഷാ മുന്നൊരുക്കങ്ങൾ പാലിക്കുന്നതിൽ ജാഗ്രത തുടരണമെന്നും അധികൃതർ നിർദ്ദേശം നൽകി.